ഇവിടെ നമ്മുടെ അച്ഛനും മക്കളും പിന്നെ അമ്മയും പുള്ളിക്കാരൻ ഹെൽമെറ്റൊക്കെ വച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മുടെ കൂട്ടുകാർ. കണ്ടു നോക്കണം ചാള മീൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത്. നമസ്കാരം. അച്ഛനും മക്കളും പിന്നെ അമ്മയും നമ്മുടെ കൂട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ ഒന്ന് മാറ്റി. എന്താ ഇവിടെ വിശേഷം? എന്താ? കുറച്ച് മീൻ വാങ്ങാൻ വന്നതാണ്. ഇപ്പൊ എന്ത് കച്ചവടം? കൊഞ്ചിന്റെ കച്ചവടം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ ഒരുപാട് കമന്റ് കാണുന്നുണ്ട്. അതായത് ഈ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് പറ്റി? രാവിലെ ഈ ചിപ്പിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തായിരിക്കാം എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ഓർഡർ കൊണ്ട് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്നെ എവിടെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ ഒരുപാട് കോൾ അറ്റൻഡ് ചെയ്യാത്തത്. എന്നിരുന്നാലും മാക്സിമം പറ്റുന്ന കോളുകളൊക്കെ ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് സാധനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പുള്ളിയുടെ തിരക്ക് കാരണമാണ് പുള്ളി ഫോൺ എടുക്കാത്തതെന്ന് പറയുന്നത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഒരുപാട് ബാഡ് കമന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൽ. ശരി, എന്തായാലും ഇപ്പം കൊഞ്ച് ബിസിനസ്സാണ്. ചിപ്പിയുടെ സീസണൊക്കെ കഴിഞ്ഞു. 2 ദിവസം കൂടെ ചിപ്പി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. ഓക്കെ എന്നാ എല്ലാവരും ഈ വിഴിഞ്ഞത്ത് വന്ന് ഫ്രഷ് മീൻ മേടിക്കുക. ഞാൻ എപ്പോഴും എന്റെ പ്രേക്ഷകർക്ക് പറയാറുള്ള കാര്യമാണ്, നമ്മുടെ ഫ്രഷ് മീൻ കിട്ടുന്ന ഒരൊറ്റ സ്പോട്ടേ ഉള്ളൂ, തിരുവനന്തപുരം വിഴിഞ്ഞം. ലെവലാണ് മക്കളെ, വന്ന് മേടിച്ചോളി. ബൈ. ഓക്കെ. അപ്പോൾ നമ്മുടെ പുള്ളി വന്നിട്ട് വിഴിഞ്ഞത്ത് വള്ളക്കാരുടെ മീനിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനും അതുപോലെ മീൻ വാങ്ങാനും വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഡേറ്റ് മെയ് 11-ാം തീയതിയാണ്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള വിശേഷങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റോള് വിലയ്ക്കൊക്കെ അയലയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ചാള വിലയ്ക്ക് ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കുട്ടിച്ചൂരയും വരുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. കുട്ടിച്ചൂരുടെ ലേലവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂണ്ടയ്ക്കുള്ളതാണ്. ചൂണ്ടയ്ക്കുള്ള കുട്ടിച്ചൂരാണ് നമ്മൾ ഈ ലേലവിളി കാണുന്നത്. അപ്പോൾ വലയ്ക്കും കുട്ടിച്ചൂര വരുന്നുണ്ട്. ആ ഒരു കാഴ്ചയോടെ നമുക്ക് കാണാമേ. ഈ വള്ളത്തിൽ ഒരു കുട്ടിച്ചൂരയ്ക്കാണ് ലേലം ചെയ്തത്. അപ്പോൾ ലേലവിളി കഴിഞ്ഞതിന് ശേഷം തൊട്ടിയിൽ എണ്ണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. അതുപോലെ വേറെ വള്ളക്കാർ 100 എണ്ണം വീതം കുട്ടയിലാക്കിയും കൊണ്ടുപോകുന്നുണ്ട്. ഇത് 100 എണ്ണം കുട്ടയിലാക്കി കൊണ്ടുവരുന്നതാണ്. ഒന്നിന് വിളിച്ചു കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലെ ചെയ്യുന്നത്. ഒരു കുട്ടിച്ചൂരയ്ക്ക് ലേലം പോയില്ല എന്നുണ്ടെങ്കിൽ 100 എണ്ണം വീതം ഇങ്ങനെ കുട്ടയിലാക്കി ഇതുപോലെ കൊണ്ട് ലേലത്തിൽ കൊടുക്കുമേ. ഇത് വലയ്ക്കുള്ളതാണ്. ഇതൊരു വലയ്ക്കുള്ള കുട്ടിച്ചൂരാണ്. ഇത് ചൂണ്ടയ്ക്കുള്ള കുട്ടിച്ചൂര. ഒരു മീഡിയം സൈസാണ് കേട്ടോ, തീരെ വലുതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതും വലയ്ക്കുള്ളത് തന്നെയാണ്. കുട്ടിച്ചൂര വലപ്പണിക്ക് പോയിട്ട് വന്നവരാണ് കേട്ടോ ഇവർ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം ചിലപ്പോൾ ആ കാണുന്ന വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വില കൂടും, ഇല്ലാന്നുണ്ടെങ്കിൽ വില കുറയും. ഇനി മീൻ കൂടുതൽ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ മീൻ കുറവ് വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ രാത്രി ഏകദേശം 8 മണി ആയാലും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചാളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചാളയൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ നിങ്ങൾ വരാൻ നോക്കുക. കുട്ടിച്ചൂരയും വരുന്നുണ്ട്, അതുപോലെ ചാളമീൻ, പിന്നെ റോള് വിലയ്ക്ക് ഉരുളുവാര, നവര, വട്ടക്കണ്ണിപ്പാര, അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. മെയ് 11-ാം തീയതിയാണ്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ.